നമുക്ക് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പൊ അഫ്സൽ കുറച്ച് മുമ്പ് ചെയ്യാൻ നോക്കിയ ട്രാൻസാക്ഷൻ ഇതായിരുന്നു, അതായത് എക്രൂവൽ ആൻഡ് ഡെഫറൽ. ബാക്കി എല്ലാവരും ഇത് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. ഇതിൽ ഫസ്റ്റ് സിറ്റുവേഷൻ മാത്രം ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതാണ് എക്രൂഡ് എക്സ്പെൻസ് അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്. അതില് ചെയ്ത ട്രാൻസാക്ഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ സാലറി എന്നുള്ള ഒരു എക്സ്പെൻസ് ഉണ്ടായി, അത് ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് നിൽക്കുകയായിരുന്നു. ഇനി അതില് നമ്മൾ സിസ്റ്റത്തിൽ ചെയ്ത് വന്നപ്പോൾ മെയിൻ ആയിട്ടും ഇങ്ങനെയുള്ള എക്രൂവൽ ഡെഫറൽ ഒക്കെ ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം ഇതാണ്, ഈ ഒരു ഓപ്പൺ ഐറ്റം മാനേജ്മെന്റ്. സ്ക്രീൻഷോട്ടിലുണ്ട് ഓപ്പൺ ഐറ്റം മാനേജ്മെന്റ്. ഇത് ടിക്ക് ചെയ്തില്ലെങ്കിൽ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിപ്പോർട്ടില് നോക്കുമ്പോൾ ഇതിങ്ങനെ റെഡ് കാണില്ല. ഒരു സാധാരണ ജേണൽ എൻട്രി പോലെ ടിക്ക് ആയിരിക്കും കാണുന്നത്, പക്ഷെ അങ്ങനെയല്ല ഇത് ചെയ്യേണ്ടത്. ഇത് റെഡ് തന്നെ കാണും. ഓക്കെ, അപ്പോ ആദ്യം റെഡ് ആയിരിക്കും അൺപെയ്ഡ് എന്നുള്ള രീതിയിലാണെങ്കിൽ റെഡിലായിരിക്കും കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പേയ്മെന്റ് ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്ത് കഴിയുമ്പോൾ, അതായത് ക്യാഷ് വഴി പേ ചെയ്തു എന്നുള്ള സെക്ഷനിൽ പേയ്മെന്റ് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞ് റിപ്പോർട്ട് എടുത്ത് നോക്കുമ്പോഴാണ് അത് റെഡ് മാറി ഗ്രീൻ ആയിട്ടുള്ളത് കാണാൻ പറ്റുന്നത്. ഇത്രയും കാര്യം ചെയ്യുമ്പോഴാണ് ആ ഒരു ഔട്ട്സ്റ്റാൻഡിങ് സാലറി കംപ്ലീറ്റ് ആവുന്നത്. ഇതുവരെ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നെക്സ്റ്റ് നമ്മൾക്ക് ഡിസ്കസ് ചെയ്യേണ്ടതാണ് എക്രൂഡ് ഇൻകം എന്നുള്ള സിറ്റുവേഷൻ. എക്രൂഡ് ഇൻകം എന്ന് പറയുന്നത് ഇൻകം ഏൺഡ് ബട്ട് നോട്ട് റിസീവ്ഡ് എന്നാണ് പറയുന്നത്. അതായത് അർഹതപ്പെട്ട വരുമാനമായിരുന്നു, പക്ഷെ അത് കയ്യിൽ ക്യാഷ് ആയിട്ട് കിട്ടിയിട്ടില്ല. അതിനെയാണ് എക്രൂഡ് ഇൻകം എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ എക്രൂഡ് ഇൻകം, ഇൻകം ഏൺഡ് ബട്ട് നോട്ട് റിസീവ്ഡ്, ഇതാണ് സിറ്റുവേഷൻ. ഇനി ഇതിലാദ്യം നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പോകുന്ന ട്രാൻസാക്ഷൻ ഏതാ? ഓക്കെ, ഇവിടുത്തെ സിറ്റുവേഷൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയാൻ പോകുന്ന ഒരു ഇൻകത്തിന്റെ ബേസിസിലാണ് പറയുന്നത്. ട്രെയിനിങ് ഇൻകം റിസീവബിൾ ഫ്രം സ്റ്റുഡൻസ് ₹10,000. ഇതാണ് ജേണൽ എൻട്രി എന്ന് വിചാരിക്കുക. ട്രെയിനിങ് ഇൻകം സ്റ്റുഡൻസിന്റെ കയ്യിൽ നിന്ന് കിട്ടേണ്ടതായിരുന്നു, പക്ഷെ കമ്പനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോ ട്രെയിനിങ് ഇൻകം കിട്ടുകയാണെങ്കിൽ വരുന്ന ജേണൽ എൻട്രി എന്ന് പറയുന്നത് ക്യാഷ് ടു ട്രെയിനിങ് ഇൻകം. ഇതാണ് ജേണൽ എൻട്രി. പക്ഷെ ഇവിടെ ക്യാഷ് ആയിട്ട് കിട്ടിയിട്ടില്ല. അപ്പോ തൽക്കാലം നമ്മള് ക്യാഷിന് പകരം ഒരു ടെമ്പററി അക്കൗണ്ട് വെക്കും. അതിനെയാണ് എക്രൂഡ് ഇൻകം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കിട്ടാറായ അല്ലെങ്കിൽ അർഹതപ്പെട്ട വരുമാനം. ഇവിടുത്തെ സിറ്റുവേഷനിൽ എക്രൂഡ് ട്രെയിനിങ് ഇൻകം എന്നുള്ള അക്കൗണ്ട് ആയിരിക്കും വരുന്നത്. ഇനി ക്രെഡിറ്റ് വരുന്ന ട്രെയിനിങ് ഇൻകം. അപ്പോ നമ്മൾ ആദ്യം നോക്കേണ്ടത് നമ്മുടെ കമ്പനിയിൽ ഈ പറഞ്ഞ ട്രെയിനിങ് ഇൻകം എന്ന് പറഞ്ഞ അക്കൗണ്ട് ഉണ്ടോ, എക്രൂഡ് ട്രെയിനിങ് ഇൻകം എന്ന് പറഞ്ഞ അക്കൗണ്ട് ഉണ്ടോ എന്ന് നോക്കാം. എന്നാലേ നമുക്ക് ജേണൽ എൻട്രി എഴുതാൻ പറ്റുള്ളൂ. ജേണൽ എൻട്രി റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ FS00 പോകണം. മഴ ആയതുകൊണ്ടാണ്, നെറ്റ് കിട്ടുന്നില്ല.
Okay. F00. ശരി. ആദ്യം ഇൻഡയറക്റ്റ് ഓക്കെ, ഇതാണ് എന്റെ കമ്പനി കോഡ്. അപ്പൊ എന്റെ കമ്പനി കോഡിൽ ട്രെയിനിങ് ഇൻകം ഉണ്ടാകുന്ന ചെക്ക് ചെയ്യാം. അതായത് ഇപ്പോ ട്രെയിനിങ് ഇൻകം എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സൈഡിൽ നിന്ന് ചിന്തിക്കാം. അപ്പൊ ഇവിടെ വേറെ വരുമാന മാർഗമൊന്നുമില്ല, അപ്പൊ ഡയറക്ട്ലി കിട്ടുന്ന ഇൻകം ആണ്. അപ്പൊ ഡയറക്റ്റ് ഇൻകത്തിന്റെ അണ്ടറിലാണ് ട്രെയിനിങ് ഇൻകം വരുന്നത്. അപ്പോ ആ ഒരു ലോജിക്കിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇൻകത്തിന്റെ അണ്ടറിൽ ട്രെയിനിങ് ഇൻകം വെക്കാം. ഇനി അതല്ല, നിങ്ങളുടെ കമ്പനിയിൽ ഒരു ഇൻഡയറക്ട്ലി കിട്ടുന്നതാണെങ്കിൽ ഇൻഡയറക്റ്റ് ഇൻകം എന്നുള്ള ഗ്രൂപ്പിന്റെ അണ്ടറിൽ വെക്കാം, നിങ്ങളുടെ ഇഷ്ടം. അപ്പൊ തൽക്കാലം ഞാനിവിടെ ഡയറക്റ്റ് ഇൻകത്തിന്റെ അണ്ടറിലാണ് വെക്കുന്നത്. ഓക്കെ, നമുക്ക് എന്നാൽ ഡെബിറ്റ് ചെയ്യുന്ന തുടങ്ങാം. ആദ്യം എക്രൂഡ് ട്രെയിനിങ് ഇൻകം ലെഡ്ജർ ആണ് ഉണ്ടാക്കേണ്ടത്. എക്രൂഡ് ട്രെയിനിങ് ഇൻകം ലെഡ്ജർ ക്രിയേഷൻ. ഇത് ചെയ്യുമ്പോൾ എക്രൂഡ് ട്രെയിനിങ് ഇൻകം എന്ന് പറയുന്നത് ഈ ജേണൽ എൻട്രിയിൽ ഡെബിറ്റ് സൈഡിലാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഡെബിറ്റിൽ വരുന്നത് ഒന്നില്ലെങ്കിൽ എക്സ്പെൻസ് അല്ലെങ്കിൽ അസറ്റ്. ഇനി കിട്ടാനുള്ള വരുമാനങ്ങളൊക്കെ നമ്മളുടെ സ്വത്തായിട്ടാണ് അക്കൗണ്ടിൽ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അസറ്റ് ആയിട്ടായിരിക്കും ട്രീറ്റ് ചെയ്യുന്നത്. കറണ്ട് അസറ്റിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ഓൾറെഡി ഉള്ള ഏതെങ്കിലും അസറ്റ് ചെയ്ത് കോപ്പി ചെയ്യാം, അല്ലെങ്കിൽ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യും. തൽക്കാലം 2501 കോപ്പി എടുക്കുകയാണ്. 2502 അക്കൗണ്ടിന്റെ പേര് എക്രൂഡ് ട്രെയിനിങ് ഇൻകം. ഓക്കെ, ഇതിലൊന്നും വ്യത്യാസമൊന്നുമില്ല. കറണ്ട് അസറ്റ് ബാലൻസ് ഷീറ്റ് ആണ്. അപ്പൊ ബാലൻസ് ഷീറ്റ് അഫ്സൽ കൊടുക്കുമ്പോൾ എല്ലാം മാറിപ്പോകുന്നുണ്ട്. അപ്പൊ ബാലൻസ് ഷീറ്റ്, അസറ്റുകൾ ബാലൻസ് ഷീറ്റ്, ഗ്രൂപ്പ് അക്കൗണ്ട് നമ്പർ കറണ്ട് അസറ്റിന്റെ അണ്ടറിൽ വരും. നെക്സ്റ്റ് ഇനി കൺട്രോൾ ഡാറ്റയിൽ പോകുമ്പോൾ ഇത് ടിക്ക് ചെയ്യാം. ഇത് വിട്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും, അതായത് എല്ലാവരും സൊല്യൂഷൻ ഉണ്ട്, പക്ഷെ ഈ സോഫ്റ്റ്വെയറിന്റെ ഒരു പണിയാണ്. കാരണം പല പല സ്ഥലത്ത് പോയിട്ട് ഡിലീറ്റ് ചെയ്ത് എടുക്കേണ്ടി വരും. അപ്പോ ഇത് കറക്റ്റ് ആയിട്ട് ചെയ്ത് നോക്കുക. ഓപ്പൺ ഐറ്റം മാനേജ്മെന്റ് ക്ലിക്ക് ചെയ്തു. ഇനി ക്രിയേറ്റ് ബാങ്ക് ഓർ ഇൻട്രസ്റ്റിൽ ഫീൽഡ് സ്റ്റാറ്റസ് ഗ്രൂപ്പ് C00. അപ്പൊ ഇത് മാത്രമുള്ള വ്യത്യാസം. ഈ ഒരു കൺട്രോൾ ഡാറ്റയിൽ ഓപ്പൺ ഐറ്റം മാനേജ്മെന്റ് ടിക്ക് ചെയ്ത് വെക്കാം, സേവ് ചെയ്യാം. ഡാറ്റ സേവ്ഡ് ആയി. അങ്ങനെ ഫസ്റ്റ് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ട്രെയിനിങ് ഇൻകം എന്നുള്ള ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം. അത് സാധാരണ ചെയ്യുന്ന പോലെ ക്രിയേറ്റ് ചെയ്താൽ മതി, നോർമൽ പ്രൊസീജിയർ തന്നെയാണ്. സാധാരണ ചെയ്യുന്ന പോലെ, ഇൻ ദ സെൻസ് നമുക്ക് ഡയറക്റ്റ് ഇൻകത്തിന്റെ അണ്ടറിലാണ് വേണ്ടത്. അപ്പോൾ 5001 എന്നുള്ള ഒരു അക്കൗണ്ട് ഉണ്ട്, അതിന്റെ കോപ്പി എടുക്കാം. 5002 അക്കൗണ്ടിന്റെ പേര് ട്രെയിനിങ് ഇൻകം. ബാക്കി വ്യത്യാസങ്ങളൊന്നുമില്ല, സാധാരണ ചെയ്യുന്ന പോലെ ലെഡ്ജർ. അപ്പൊ നോർമൽ ലെഡ്ജർ ക്രിയേഷന്റെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൺട്രോൾ ഡാറ്റയിലൊക്കെ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ടിക്ക് ചെയ്യൂ. ഈ ഓപ്പൺ ഐറ്റം മാനേജ്മെന്റ് അതിലുണ്ടാവില്ല.
സേവ് ചെയ്ത് കഴിഞ്ഞാൽ ട്രെയിനിങ് ഇൻകം എന്നുള്ള ലെഡ്ജറോട് ക്രിയേറ്റ്. ഇനി ഈ ജേണൽ എൻട്രി റെക്കോർഡ് ചെയ്യണം. ജേണൽ എൻട്രി റെക്കോർഡ് ചെയ്യാനായിട്ട് ആദ്യം ഡ്യൂ എൻട്രി പോസ്റ്റിംഗ് ആണ്. സാധാരണ റെക്കോർഡ് ചെയ്യുന്ന പോലെ F-02 FB50 റെക്കോർഡ് ചെയ്യാം. സോ നെക്സ്റ്റ് ഡ്യൂ എൻട്രി പോസ്റ്റിംഗ് ആണ് F-02. ഈ F-02 ഇനിയിപ്പോ ജേണൽ എൻട്രി റെക്കോർഡ് ചെയ്യാനായിട്ട് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ, അതായത് പഫ്സലിന്റെ ആ ഒരു അക്കൗണ്ടിങ് കഴിഞ്ഞിട്ടില്ല, അപ്പൊ ജേണൽ എൻട്രി ഡെബിറ്റ് ക്രെഡിറ്റ് കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോ അക്കൗണ്ടിങ്ങിന്റെ ക്ലാസ് റെക്കോർഡ് ചെയ്തിട്ട് ബാക്കി കൂടെ അയച്ചു തരാം. അതിന്റെ ഡെബിറ്റ് ക്രെഡിറ്റ് ഒന്നും ആയിട്ടില്ല അവരുടെ. തൽക്കാലം ഇപ്പൊ ചെയ്യുന്ന പോലെ ഈ സ്ക്രീൻ ഷോട്ട് നോക്കിയിട്ടോ അല്ലെങ്കിൽ ഈ ക്ലാസ്സിൽ കേൾക്കുന്ന മനസ്സിലായിട്ടോ ചെയ്തു. ജേണൽ എൻട്രിയില് ഡെബിറ്റില് വരുന്നത് ജേണൽ എൻട്രിയുടെ മുകളിൽ എഴുതി തന്നിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ജേണൽ എൻട്രി. എക്രൂഡ് ട്രെയിനിങ് ഇൻകം ടു ട്രെയിനിങ് ഇൻകം. ഡെബിറ്റില് എക്രൂഡ് ട്രെയിനിങ് ഇൻകം വരും, ക്രെഡിറ്റില് ട്രെയിനിങ് ഇൻകം എന്നുള്ള അക്കൗണ്ട് ആയിരിക്കും വരുന്നത്. അങ്ങനെ SAP വരുമ്പോൾ ഇവിടെ ഒരു ഹെഡർ ടെക്സ്റ്റ് കൊടുക്കാം. ഡെബിറ്റ് അല്ലെങ്കിൽ പോസ്റ്റിംഗ് 40 അക്കൗണ്ടിനെ സെർച്ച് ചെയ്യാം. ഇനി അക്കൗണ്ടിനെ സെർച്ച് ചെയ്യുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. അതായത് ഇപ്പൊ ചില സമയത്ത് ഇവിടെ ഗ്രൂപ്പ് ചാർട്ട് ഓഫ് അക്കൗണ്ടിന്റെ കോഡൊക്കെ വന്ന് കിടക്കും. അങ്ങനെയുള്ള സമയത്ത് ലെഡ്ജറിനെയാണ് സെർച്ച് ചെയ്യുന്നതെങ്കിൽ എല്ലാ ലെഡ്ജറും നമ്മുടെ കമ്പനി കോഡിലായിരിക്കും, അത് കമ്പനി ലെവലിലാണ്. ഈ ക്ലോസിന്റെ താഴെയുള്ള ഈ ഫോൾഡർ സെലക്ട് ചെയ്യാം. ഇതിൽ നിന്ന് GL അക്കൗണ്ട് നമ്പർ ഇൻ കമ്പനി കോഡ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതി. അതായത് ഇവിടെ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തിട്ട് പോവാം. അതിനേക്കാളും നല്ലത് ഈ ഒരു ഫോൾഡർ ക്ലിക്ക് ചെയ്തിട്ട് GL അക്കൗണ്ട് ഇൻ കമ്പനി കോഡ്. അപ്പൊ നമ്മുടെ കമ്പനി കോഡ് ഇവിടെ വരും. ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അക്കൗണ്ടുകൾ കാണും. ഇവിടെ അക്രൂഡ് ട്രെയിനിങ് ഇൻകം ആണ് വേണ്ടത്, അതാണ് ഇപ്പോൾ സെലക്ട് ചെയ്യേണ്ടത്. അക്രൂഡ് ട്രെയിനിങ് ഇൻകം. ഓക്കെ, അപ്പൊ അക്രൂഡ് ട്രെയിനിങ് ഇൻകം വന്നു. എന്റർ എമൗണ്ട് ഇപ്പൊ 10,000 ആണെന്ന് വിചാരിക്കുക. അപ്പൊ 10,000. ഇനി നറേഷൻ ട്രെയിനിങ് ഇൻകം അക്രൂ ചെയ്തു എന്ന് പറഞ്ഞ നറേഷൻ കൊടുക്കാം. നെക്സ്റ്റ് പോസ്റ്റിംഗ് 50 ആണ്. 50 എന്ന് പറയുന്ന ക്രെഡിറ്റ്. ക്രെഡിറ്റിൽ വരുന്ന അക്കൗണ്ട് ആണ് നമ്മുടെ ട്രെയിനിങ് ഇൻകം എന്ന് പറഞ്ഞ അക്കൗണ്ട്. അപ്പോൾ ക്രെഡിറ്റില് ട്രെയിനിങ് ഇൻകം എന്നുള്ള അക്കൗണ്ടിനെ ഒന്ന് ചൂസ് ചെയ്ത് വെക്കാം. ഇനി നറേഷൻ എമൗണ്ട് നേരത്തെ ഡെബിറ്റ് ചെയ്ത് കോപ്പി ചെയ്യാനായിട്ട് *+ കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് സേവ് ചെയ്യാം. പോസ്റ്റ് ചെയ്യാം. ഹലോ, ഓക്കെ, കുഴപ്പമില്ല. ശരി ശരി. അപ്പൊ ഇവിടെ സ്ക്രീൻ സേവ് ചെയ്ത് ഇനി നെക്സ്റ്റ് റിപ്പോർട്ട് എടുത്ത് നോക്കാം. എപ്പോഴും ഏത് സോഫ്റ്റ്വെയറിൽ നിങ്ങൾ ഒരു ട്രാൻസാക്ഷൻ ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് അതിൻ്റെതായിട്ടുള്ള കുറെ റിപ്പോർട്ടുകൾ ഉണ്ടാവും. റിപ്പോർട്ട് എടുത്ത് നോക്കാം. ഇതിലാണെങ്കിൽ FBL3N എടുക്കാം. ഇനി FBL3N എടുത്ത് നോക്കുമ്പോൾ ഓക്കെ, ഇതായിരിക്കും എന്റെ ട്രെയിനിങ് ഇൻകം എന്നുള്ള കോഡ് എന്ന് വിചാരിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ സെർച്ച് ചെയ്ത് എടുക്കാം. തൽക്കാലം ഇതായിരിക്കും. സിസ്റ്റം നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പല രീതികളും നോക്കും. അപ്പൊ ഇവിടെ ട്രെയിനിങ് ഇൻകം ഉണ്ട്. പിന്നെ നെക്സ്റ്റ് നമുക്ക് ഇത് അക്രൂ ട്രെയിനിങ് ഇൻകം ആയിരിക്കും. അതിന്റെ കൂടെ ട്രെയിനിങ് ഇൻകം കൂടി കാണണമെന്നുണ്ടെങ്കിൽ സെർച്ച് ചെയ്യാം. $5,002 ആണ് ഇപ്പോൾ നടക്കുന്നത്. 5,002 അപ്പൊ ട്രെയിനിങ് ഇൻകം ആണ്. അതിന്റെ കൂടെ ഇതും കൂടി കാണണം, അക്രൂഡ് ട്രെയിനിങ് ഇൻകം കൂടി കാണണം. അതുകൊണ്ട് അത് രണ്ടും കൂടി സെലക്ട് ചെയ്തു. ഇവിടെ കോപ്പി എന്നുള്ള ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. കോപ്പീഡ് ആയി.
ഇനി എല്ലാ ട്രാൻസാക്ഷനും അറ്റ് എ ടൈം കാണുന്നുണ്ടെങ്കിൽ ഓൾ ഐറ്റം ആണ് സെലക്ട് ചെയ്ത് വെക്കേണ്ടത്. അതായത് ഇപ്പൊ നമ്മൾ ഒരേ സമയം ആ ഒരു റെഡ് ഗ്രീൻ വരുന്ന ഒരു അക്കൗണ്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്, സാധാ ടിക്ക് മാർക്ക് വരുന്ന ഒരു അക്കൗണ്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. എല്ലാം കൂടി കാണുന്നുണ്ടെങ്കിൽ ഇവിടെ ഓൾ ഐറ്റം സെലക്ട് ചെയ്യാം. അത് കഴിഞ്ഞ് എക്സിക്യൂട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഓക്കെ, എക്സിക്യൂട്ട് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ എക്രൂഡ് ട്രെയിനിങ് ഇൻകത്തില് എമൗണ്ട് വന്നിട്ടുണ്ട് 10,000 റെഡ് കളറിലാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ ഡ്യൂ എൻട്രി റെക്കോർഡായി. ഇത് റെഡി കിടക്കാൻ കാരണം ഈ പൈസ നമുക്ക് കിട്ടാറുണ്ട്, അതുകൊണ്ടാണ് റെഡി കിടക്കുന്നത്. ഇനി നെക്സ്റ്റ് സിറ്റുവേഷൻ ആണ് ഇൻകമിങ് എമൗണ്ട് എന്ന് പറയുന്നത്. അതായത് കിട്ടാനുള്ള എമൗണ്ട് നമുക്ക് കിട്ടും. കഴിഞ്ഞ സിറ്റുവേഷനിൽ നമ്മൾ പേയ്മെന്റ് ചെയ്തത് പുതിയൊരു ടീ കോഡിലായിരുന്നു F-07 എന്ന് പറഞ്ഞിട്ട്. ഇത് അകത്തേക്ക് വരുന്ന പൈസയാണെങ്കിൽ അപ്പോ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജേണൽ എൻട്രി റെക്കോർഡ് ആവണം, പിന്നെ ഈ റെഡ് കളർ മാറി ഗ്രീനും ആവണം. അങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നു. അപ്പൊ അതുകൊണ്ട് അതിനായിട്ടൊരു ടീ കോഡ് ഉണ്ട്, അതാണ് F-06 എന്ന് പറയുന്നത്. ഈ F-06 പോകുമ്പോ ഇതുപോലുള്ള ഒരു വിൻഡോ ആയിരിക്കും, പോസ്റ്റ് ഇൻകമിങ് പേയ്മെന്റ്. ഓക്കെ, 10,000 രൂപയാണ് നമുക്ക് കിട്ടാനുള്ളത്. ആ 10,000 രൂപയും കിട്ടുന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ സാധാരണ ഫില്ല് ചെയ്യുന്ന പോലെ ഡേറ്റ് കൊടുക്കാം. ഇനി ഡോക്യുമെന്റ് ടൈപ്പ് DZ ആയിരിക്കും കിടക്കുന്നത്. അത് മാറ്റിയിട്ട് നമ്മളിപ്പോ ഒറ്റ ഡോക്യുമെന്റിന്റെ പേജ് നമ്പർ ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളൂ, SA. അപ്പൊ ഇവിടെ SA എന്ന് തന്നെ ടൈപ്പ് ചെയ്യാം. ഇനി ഹെഡർ ടെക്സ്റ്റ് എക്രൂ ട്രെയിനിങ് ഇൻകം കിട്ടുന്നു. ബാങ്ക് ഡാറ്റയിൽ പൈസ കിട്ടുന്നത് ബാങ്കിലാണോ ക്യാഷിലാണോ? നമുക്കിപ്പോ ക്യാഷ് അക്കൗണ്ട് മാത്രമേ ഉള്ളൂ, അപ്പൊ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യാം. SAP ബാങ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിന് അതിൻ്റെതായിട്ടുള്ള കുറച്ച് സ്റ്റെപ്പുകളുണ്ട്. അപ്പൊ തൽക്കാലം നമ്മളിപ്പോ ക്യാഷ് തന്നെയാണ് വെക്കുന്നത്. എമൗണ്ട് 10,000 കിട്ടുന്നു എന്ന് വിചാരിക്കാം. ഇനി അക്കൗണ്ടില് എക്രൂഡ് ട്രെയിനിങ് ഇൻകം എന്നുള്ള അക്കൗണ്ട്, അതിലാണ് തരാനുള്ള പൈസ ഇപ്പൊ നിലവിൽ ഉള്ളത്. അപ്പോൾ ആ അക്കൗണ്ട് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ വേണ്ടത് എക്രൂഡ് ട്രെയിനിങ് ഇൻകം. എക്രൂഡ് അക്കൗണ്ട് ആണ് ഇവിടെ താഴെയായിട്ട് കൊടുക്കേണ്ടത്. അത് മാത്രമുള്ള ഒരു കാര്യം. ഇനി ഒന്നില്ലെങ്കിൽ എന്റർ കീ പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ ഡയറക്ട്ലി സേവ് ചെയ്യാം. ഞാനിപ്പോ ഡയറക്ട്ലി സേവ് ചെയ്യാണ്. എന്റർ കീ പ്രസ് ചെയ്ത് ബില്ല് ലൊക്കേഷൻ വിൻഡോയിലേക്ക് ഒന്നും പോകുന്നില്ല. സേവ് ചെയ്തു. സേവ് ചെയ്തപ്പോൾ ഡോക്യുമെന്റ് പോസ്റ്റ് എന്നുള്ള മെസ്സേജ് വന്നിട്ടുണ്ട്. സോ സേവ് ദ സ്ക്രീൻ. ഇനി സ്ക്രീൻ സേവ് ചെയ്ത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വീണ്ടും റിപ്പോർട്ട് എടുത്ത് നോക്കാം. FBL3N എടുത്ത് നോക്കാം. ഓക്കെ, ഇതാണ് FBL3N. ഈ FBL3N-ല് ഓൾറെഡി റിപ്പോർട്ട് എടുത്ത് കിടക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്താലും മതി. ജസ്റ്റ് ഒന്ന് റിഫ്രഷ്. ഓക്കെ, റിഫ്രഷ് ചെയ്ത് നോക്കുമ്പോൾ അടുത്ത ട്രാൻസാക്ഷൻ ഇവിടെ റെക്കോർഡ് ആയിട്ടുണ്ട്. എക്രൂഡ് ട്രെയിനിങ് ഇൻകത്തില് ബാലൻസ് നിലവില് 0 ആയിട്ട് മാറി. സ്റ്റാറ്റസ് കിട്ടിയത് കൊണ്ട് ക്ലിയർഡ് അല്ലെങ്കിൽ ഗ്രീൻ ആയിട്ട് മാറിയിട്ടുണ്ടാവും. അതാണ് റിസൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ക്രൂഡ് ട്രെയിനിങ് ഇൻകത്തിന്റെ സിറ്റുവേഷൻ. ഇനി ഇതേപോലെ തന്നെയാണ് ബാക്കിയുള്ള രണ്ട് സിറ്റുവേഷനും. അതും കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞോളാം.
ഇതാണ് പ്രീപെയ്ഡ് എക്സ്പെൻസ് സിറ്റുവേഷൻ. ഓക്കെ, അപ്പൊ നമ്മള് ഫസ്റ്റ് പറഞ്ഞ സിറ്റുവേഷൻ എക്രൂഡ് ഇൻകം ആണ്. ഓക്കെ, ഇനി പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ചെലവ് മുൻകൂറായിട്ട് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇതിൽ റെക്കോർഡ് ചെയ്യുന്ന ട്രാൻസാക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെയ്ഡ് ഇൻഷുറൻസ് പ്രീമിയം ഓക്കെ, ഇതാണ് ട്രാൻസാക്ഷൻ. അടുത്ത മാസത്തേക്കുള്ള ഇൻഷുറൻസ് പ്രീമിയം 10,000 രൂപ നമ്മൾ മുൻകൂറായിട്ട് കൊടുത്തു. അപ്പോൾ ജേണൽ എൻട്രി വരുന്നത് സാധാരണ ഇൻഷുറൻസ് പ്രീമിയം ആണ് അടക്കുന്നതെങ്കിൽ ജേണൽ എൻട്രി ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ഇൻഷുറൻസ് പ്രീമിയം ടു ക്യാഷ്, ഇതായിരിക്കും ജേണൽ എൻട്രി വരുന്നത്. പക്ഷെ ഇത് മുൻകൂറായിട്ടാണ് നമ്മൾ കൊടുത്തത്. അതായത് ഈ മാസത്തെ ചെലവല്ല, അടുത്ത മാസത്തെ ചെലവാണ്. അക്കൗണ്ടിങ്ങിലുള്ള എക്രൂവൽ എന്നുള്ള കൺസെപ്റ്റ് അനുസരിച്ച് ഈ മാസത്തെ ചെലവുകൾ മാത്രമേ ഈ കൊല്ലത്തെ അല്ലെങ്കിൽ ഈ ഒരു മാസം ചെലവ് എന്ന് പറഞ്ഞ് എഴുതാൻ പാടുള്ളൂ. അടുത്ത മാസത്തെ ചെലവ് അത് അടുത്ത മാസമാണ് ശരിക്കും എഴുതേണ്ടത്. അപ്പൊ ഈ മാസം എഴുതേണ്ട കാര്യമല്ല. പക്ഷെ മുൻകൂറായിട്ട് നമ്മൾ എന്തെങ്കിലും കാര്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ പൈസ പോയിട്ടുണ്ട്, അത് നമ്മൾ റെക്കോർഡ് ചെയ്യണം. അത് ഇതേപോലെ ആയിരിക്കും റെക്കോർഡ് ചെയ്യുന്നത്. സാധാ ഇൻഷുറൻസ് പ്രീമിയം എന്നുള്ള രീതിയിൽ എഴുതില്ല, പ്രീപെയ്ഡ് ഇൻഷുറൻസ് എന്നുള്ള ഒരു പ്രത്യേക അക്കൗണ്ടിലായിട്ടായിരിക്കും നമ്മൾ ജേണൽ എൻട്രി എഴുതുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു ജേണൽ എൻട്രി ആണ് ഇവിടെ റെക്കോർഡ് ചെയ്യേണ്ടത്. നമുക്കപ്പോ ഇവിടെ പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. പ്രീപെയ്ഡ് ഇൻഷുറൻസ് പ്രീമിയം എന്ന് പറഞ്ഞ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണം. ഇനി പ്രീപെയ്ഡ് ഇൻഷുറൻസ് പ്രീമിയം ക്രിയേറ്റ് ചെയ്യുന്നത് ജേണൽ എൻട്രി നോക്കുമ്പോൾ അത് ഡെബിറ്റിലാണ് കിടക്കുന്നത്. ഡെബിറ്റിലുള്ള അക്കൗണ്ട് ഒന്നില്ലെങ്കിൽ എക്സ്പെൻസ് അല്ലെങ്കിൽ അസറ്റ് ആയിട്ടായിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി ഇതുപോലുള്ള അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടുകളൊക്കെ ഒന്നില്ലെങ്കിൽ ലൈബിലിറ്റി അല്ലെങ്കിൽ അസറ്റ്. അപ്പൊ ഇത് ഡെബിറ്റിലായതുകൊണ്ട് അസറ്റിന്റെ അണ്ടറിലായിരിക്കും, കറണ്ട് അസറ്റിന്റെ അണ്ടറിലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ 2503 എന്നുള്ള കോഡില് പ്രീപെയ്ഡ് ഇൻഷുറൻസ് പ്രീമിയം ക്രിയേറ്റ് ചെയ്യണം. കൺട്രോൾ ഡാറ്റ. ഓക്കെ, അപ്പൊ ഇതിൽ ഓപ്പൺ ഐറ്റം മാനേജ്മെന്റ് എന്തായാലും ടിക്ക് ചെയ്യണം. ക്രിയേറ്റ് ബാങ്ക് ഓർ അഡ്രസ്സിൽ G00. ഓക്കെ, ഇനി ഈ ജേണൽ എൻട്രിയിലുള്ള രണ്ടാമത്തെ അക്കൗണ്ട് ക്യാഷ് ആണ്, അത് ഓൾറെഡി ഉണ്ടാവും, അപ്പൊ അത് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യാം. അതാണ് അഡ്വാൻസ് പേയ്മെന്റ് എൻട്രി. സാധാരണ ജേണൽ എൻട്രി റെക്കോർഡ് ചെയ്ത് F-02 തന്നെ പോയിട്ട് ഇത് റെക്കോർഡ് ചെയ്യാം. ഓക്കെ, അപ്പോ F-02 ഡെബിറ്റിൽ വരുന്നത് പ്രീപെയ്ഡ് ഇൻഷുറൻസ് പ്രീമിയം ആയിരിക്കും. ഇനി ഇതിൽ ഹെഡർ ടെക്സ്റ്റ് കൊടുത്തിട്ടില്ല. ഹെഡർ ടെക്സ്റ്റ് ഞാൻ നെക്സ്റ്റ് ആഡ് ചെയ്യാം, സ്ക്രീൻഷോട്ടിൽ എടുത്തിട്ടില്ല. ഹെഡർ ടെക്സ്റ്റ് പ്രീപെയ്ഡ് ഇൻഷുറൻസ്. ഓക്കെ, അങ്ങനെ ഫസ്റ്റ് പേജ് കൊടുത്തു. എന്റർ എമൗണ്ട്, ഡ്യൂറേഷൻ, നെക്സ്റ്റ് പോസിംഗ് 50. ക്രെഡിറ്റിൽ വരുന്ന അക്കൗണ്ട് എന്ന് വെച്ചാൽ ക്യാഷ് ആണ് വരുന്നത്. ക്യാഷ് സെലക്ട് ചെയ്യാം.
ഓക്കെ, അപ്പോ ഡെബിറ്റ് എമൗണ്ട് കൊടുത്തു, ഡെബിറ്റിന്റെ നറേഷൻ കൊടുത്തു, അത് കഴിഞ്ഞിട്ട് അക്കൗണ്ട് ക്രെഡിറ്റ് അക്കൗണ്ടിന്റെ എമൗണ്ടും നറേഷൻ ഇത്രയും കാര്യങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സേവ് ചെയ്യാം. ഓക്കെ, ഡോക്യുമെന്റ് പോസ്റ്റഡ് ആയി. ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, അപ്പോ ഇവിടെ പേയ്മെന്റ് എൻട്രി റെക്കോർഡ് ചെയ്തു. റിപ്പോർട്ട് ഒന്ന് എടുത്ത് നോക്കാം. FPL 3N നമ്മൾ നോക്കുന്നത് പ്രീപെയ്ഡ് ഇൻഷുറൻസ് ലെഡ്ജർ, അതെടുത്ത് നോക്കിയാലും മതി. ഒറ്റ ലെഡ്ജർ. അപ്പോൾ ഇവിടുന്ന് ബാക്ക് പോവാം. ഓക്കെ, അപ്പൊ എന്റെ കമ്പനിയിൽ പ്രീപെയ്ഡ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഇതാണ് 2503. പിന്നെ എളുപ്പത്തിന് ഓൾ ഐറ്റം ഉണ്ട് ഇപ്പൊ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഓപ്പൺ ഐറ്റം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ റെഡ് ഉള്ള കാര്യം കാണാം, ക്ലിയർഡ് ഐറ്റം എന്ന് പറയുന്നത് ഗ്രീൻ ഉള്ള ഐറ്റം മാത്രം കാണാം, ഓൾ ഐറ്റം എന്ന് പറഞ്ഞാൽ റെഡ് ഗ്രീൻ ടിക്ക് എല്ലാവരും ഒരുമിച്ച് കാണാനും. ഈ രീതിയിലായിരിക്കും റിപ്പോർട്ട് ഉണ്ടാകുന്നത്. പ്രീപെയ്ഡ് ഇൻഷുറൻസ് ഓക്കെ, അപ്പൊ 10,000 മുൻകൂറായിട്ട് അടച്ചതുകൊണ്ട് അത് റെഡിൽ ഇപ്പൊ കിടപ്പുണ്ട്. ഇനി നെക്സ്റ്റ് സിറ്റുവേഷൻ ആണ് ഡ്യൂ എൻട്രി എന്ന് പറയുന്നത്. ഇനി ഡ്യൂ എൻട്രി എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ മാസം നമ്മൾ മുൻകൂറായിട്ട് പ്രീമിയം അടച്ചു, അത് കഴിഞ്ഞിട്ട് ശരിക്കും ഈ ഒരു ചെലവ് കൊടുക്കാനുള്ള ഒരു ദിവസം വരും, അപ്പോഴാണ് ഈ ഒരു എക്സ്പെൻസ് ആവുന്നത്. അന്നേരം നമ്മൾ ക്യാഷ് കൊടുക്കേണ്ട കാര്യമില്ല, കാരണം ഓൾറെഡി നമ്മൾ മുൻകൂറായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഡ്യൂ എൻട്രിയുടെ സമയത്ത് വരുന്ന ജേണൽ എൻട്രി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഷുറൻസ് പ്രീമിയം ഡെബിറ്റ് വരും ടു പ്രീപെയ്ഡ് ഇൻഷുറൻസ് പ്രീമിയം. ഇതാണ് ജേണൽ എൻട്രി വരുന്നത്. അതായത് ഇൻഷുറൻസ് പ്രീമിയം എന്നുള്ള അക്കൗണ്ട് ഡെബിറ്റ് വരും, പ്രീപെയ്ഡ് ഇൻഷുറൻസ് പ്രീമിയം എന്നുള്ളത് ക്രെഡിറ്റും വരും. ഇനി ഈ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്നത് നമ്മൾ F-02 എന്നുള്ള ടി കോഡിലാണ്. പക്ഷേ കഴിഞ്ഞ സിറ്റുവേഷനിലൊക്കെ ഉള്ള ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തെ അല്ലെങ്കിൽ ആ ഒരു ഡ്യൂ എൻട്രി ഒക്കെ വരുമ്പോൾ F-06 F-07 എന്നൊക്കെ പറഞ്ഞൊരു ടി കോഡിലാണ് റെക്കോർഡ് ചെയ്തത്. പക്ഷെ ഇവിടെ ആദ്യത്തെ ട്രാൻസാക്ഷൻ F-02, രണ്ടാമത്തെ ട്രാൻസാക്ഷനും F-02 തന്നെയാണ് റെക്കോർഡ് ചെയ്യുന്നത്, ഒരേ കോഡിൽ തന്നെയാണ്. അപ്പോൾ ഈ F-02 എന്ന് പറയുന്ന ടി കോഡിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. റെഡ് മാറ്റി ഗ്രീൻ ആക്കാനുള്ള കപ്പാസിറ്റി ആ ടി കോഡിനില്ല. അത് നമുക്ക് ഈ ഒരു ജേണൽ എൻട്രി റെക്കോർഡ് ചെയ്ത് കഴിയുമ്പോൾ ഒന്ന് മനസ്സിലാവും. അപ്പൊ ഡ്യൂ എൻട്രി റെക്കോർഡ് ചെയ്യുന്നത് ഇതാണ്. ഡ്യൂ എൻട്രി F-02 ചെയ്യുന്നത്. ഓക്കെ, ഓൾറെഡി F-02 ഇൻഷുറൻസ് ഡ്യൂ. ഡെബിറ്റില് ഡെബിറ്റിൽ ഇൻഷുറൻസ് പ്രീമിയം എന്ന് പറയുന്ന അക്കൗണ്ടാണ് വേണ്ടത്. പക്ഷെ അത് ഇവിടെ കാണുന്നില്ല, കാരണം എന്റെ കമ്പനിയിലില്ല. അപ്പോൾ അതൊന്ന് പോയി ക്രിയേറ്റ് ചെയ്യണം. ഇൻഷുറൻസ് പ്രീമിയം ഇൻഡയറക്റ്റ് എക്സ്പെൻസിന്റെ അണ്ടറിൽ ക്രിയേറ്റ് ചെയ്യാം.
അപ്പൊ ഇൻഷുറൻസ് പ്രീമിയം ഇവിടെ ക്രിയേറ്റ് ആയി. ഇനിയിപ്പോ ഇവിടെ ഇൻഷുറൻസ് പ്രീമിയം വന്നോളൂ. പ്രീപെയ്ഡ് ഇൻഷുറൻസ് പ്രീമിയം, സോറി, ഇൻഷുറൻസ് പ്രീമിയം അതാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഡെബിറ്റില് ഇൻഷുറൻസ് പ്രീമിയം വരും. എമൗണ്ട് 10,000. നറേഷൻ ഇൻഷുറൻസ് പ്രീമിയം ഡ്യൂ. ഇനി ക്രെഡിറ്റിൽ വരുന്ന അക്കൗണ്ട് എന്ന് പറയുന്നത് പ്രീപെയ്ഡ് ഇൻഷുറൻസ് എന്ന് പറയുന്ന അക്കൗണ്ട് ആയിരിക്കും വരുന്നത്. പ്രീപെയ്ഡ് ഇൻഷുറൻസ് പ്രീമിയം. ഓക്കെ, ഇനി ഈ ഒരു ട്രാൻസാക്ഷൻ സേവ് ചെയ്യാം. ഓക്കെ, ഡോക്യുമെന്റ് പോസ്റ്റ് ആയി. ഇനി റിപ്പോർട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പ് അതാണ്. ഓക്കെ, അത് ഇതിൽ എഴുതിയുള്ള ചെക്ക് റിപ്പോർട്ട് FBL 3N. ഓക്കെ, ഈ FBL 3N ചെക്ക് ചെയ്ത് നോക്കുമ്പോ ഇങ്ങനെയായിരിക്കും കാണുന്നത്. ബാലൻസ് 0 ആയിട്ടുണ്ട്, പക്ഷെ സ്റ്റാറ്റസ് എപ്പോഴും റെഡ് തന്നെ ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പൊ നമ്മൾക്ക് ഒരു വർക്കും കൂടി ഉണ്ട്, ഈ റെഡ് മാറ്റിയിട്ട് ഗ്രീൻ ആക്കണം. ഓക്കെ, സോ ബാലൻസ് will be 0 but status is still red. ഇതുകൊണ്ടാണ് നമുക്ക് ഒരു സ്റ്റെപ്പും കൂടി വരുന്നത്. അതായത് റെഡ് മാറ്റി ഗ്രീൻ ആക്കാണ്ട് ഒരു സ്റ്റെപ്പും കൂടി ഉണ്ടാവും. ഇതാണ് ക്ലിയർ GL എന്ന് പറയുന്നത്. ഓക്കെ, അതിനാണ് ക്ലിയറിംഗ് എന്ന് പറയുന്നത്. റെഡ് മാറ്റി ഗ്രീൻ ആക്കുന്നു. ഇപ്പോ റെഡ് മാറ്റി ഗ്രീൻ ആക്കാനായിട്ട് F-03 /NF-03. ആകെ ഇതിൽ ചെയ്യേണ്ടത് ഏത് അക്കൗണ്ടിനെയാണ് ക്ലിയർ ആക്കേണ്ടത്. നമുക്കിപ്പോ റെഡിൽ കിടക്കുന്ന അക്കൗണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രീപെയ്ഡ് ഇൻഷുറൻസ് പ്രീമിയം എന്നുള്ള അക്കൗണ്ട് ആണ്. അപ്പൊ അതുകൊണ്ട് ആ അക്കൗണ്ടിനെ ഒന്ന് സെലക്ട് ചെയ്യാം. ഇനി ഒന്ന് എന്റർ കീ പ്രസ് ചെയ്താൽ മതി. എന്റർ കീ പ്രസ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ ബാലൻസ് 0 ആണെങ്കിൽ മാത്രമേ ഗ്രീൻ ആക്കാൻ പറ്റൂ. ഓക്കെ, അപ്പോ ഇവിടെ നോക്കാം. ഇവിടെ ഡെബിറ്റ് 10,000, ക്രെഡിറ്റ് 10,000. ഇത് ഡെബിറ്റും ക്രെഡിറ്റ് ആണെന്ന് മനസ്സിലാവുന്നത് ഇവിടെ SAP-യിൽ പ്ലസ് മൈനസ് ഉണ്ടാവും. പ്ലസ് ആണെങ്കിൽ ഡെബിറ്റ് എമൗണ്ടും മൈനസ് ആണെങ്കിൽ ക്രെഡിറ്റ് എമൗണ്ടും ആയിരിക്കും. അങ്ങനെ ബാലൻസ് ഇവിടെ ഇപ്പൊ 0 ആയിട്ടുണ്ട്. 0 ആയതുകൊണ്ട് നമുക്ക് ഈ ട്രാൻസാക്ഷൻ സേവ് ചെയ്യാൻ പറ്റും. സേവ് ദ സ്ക്രീൻ ഒന്ന് സേവ് ചെയ്യാം. ഓക്കെ, ട്രാൻസാക്ഷൻ പോസ്റ്റ് ആയി. ഇനി സ്ക്രീൻ സേവ് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും ചെക്ക് FBL 3N. വീണ്ടും ലെഡ്ജർ റിപ്പോർട്ട് എടുത്ത് നോക്കാം. സ്റ്റാറ്റസ് ഇപ്പോ റെഡ് മാറി ഗ്രീൻ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഇത്രയുമാണ് നമ്മളിപ്പോ ഇന്നിപ്പോ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഇനിയിപ്പോ നെക്സ്റ്റ് ഒരു പ്രീ റിസീവ്ഡ് ഇൻകം കൂടി ഉണ്ട്. അത് ഇതേപോലെ തന്നെയാണ്. അതായത് ഈ പ്രീപെയ്ഡ് എക്സ്പെൻസ് പോലെ തന്നെയാണ് ഈ ഒരു പ്രീ റിസീവ്ഡ് ഇൻകം എന്ന് പറയുന്നത്. അപ്പോ ഇതുവരെയുള്ള സ്ക്രീൻഷോട്ട് ഞാനിപ്പോ ഒരു PDF ആക്കി ഗ്രൂപ്പിലിട്ട് വെച്ചേക്കാം. അപ്പൊ അഫ്സല് ചെയ്യേണ്ടത് ഒന്നില്ലെങ്കിൽ ആ ലെഡ്ജർ ഡിലീറ്റ് ചെയ്യുക. അതിനേക്കാളും നല്ലത് ഇനിയിപ്പോ ഒരു പുതിയ അക്കൗണ്ട് കൂടി ക്രിയേറ്റ് ചെയ്തിട്ട് അത് കറക്റ്റ് ആയിട്ട് ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഇന്നെടുത്ത കാര്യം കൂടി ഒന്ന് ചെയ്ത് നോക്കാം. സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് ഇല്ലേ, വേറൊരു സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് കൂടി ക്രിയേറ്റ് ചെയ്യാം. സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് 2 എന്ന് പറഞ്ഞിട്ട് ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. അത് കറക്റ്റ് ആയിട്ട് ചെയ്യാം. മറ്റേത് അതുപോലെ തന്നെ കിടന്നോട്ടെ, അതേപോലെ തന്നെ വെക്കാം.
എന്നിട്ട് പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് ഡിലീറ്റ് ചെയ്യാം.